അട്ടപ്പാടി മുക്കാലി സ്വദേശി മധുവിനെ മലയാളിക്ക് അങ്ങനെ മറക്കാൻ കഴിയുമോ? മോഷണ കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന ആദിവാസി യുവാവ് വിശപ്പ് സഹിക്കാൻ കഴിയാത്ത പലചരക്ക് കടയിൽ നിന്നും അല്പം അരി മോഷ്ടിച്ചതായിരുന്നു അയാൾ ചെയ്ത കുറ്റം. അതിനാണ് 12ഓളം പേർ ചേർന്ന് മധുവിനെ പിടികൂടി സ്വന്തം ലുങ്കിമുണ്ടഴിച്ച് കൈകൾ പുറകിലേക്ക് ബന്ധിച്ച് ക്രൂരമായി തല്ലിക്കൊന്നത്. 2018 ഫെബ്രുവരി 22 നടന്ന ആ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികൾക്ക് 7 വർഷം തടവ് ശിക്ഷ ലഭിച്ചതാണ്. എന്നിട്ടും ഈ നാട്ടിൽ എന്തു മാറ്റമാണ് ഉണ്ടായത്? മധുവും ഒരു മനുഷ്യനായിരുന്നുവെന്ന് തിരിച്ചറിയാത്ത ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് വീണ്ടും മറ്റൊരു യുവാവിൻ്റെ നിലവിളി ശബ്ദം കേൾക്കുന്നു. സിജു എന്ന ചെറുപ്പക്കാരനെ എന്തിനാണ് പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അട്ടപ്പാടിയിലെ മധു, ആ പേര് മലയാളിക്ക് എങ്ങനെ മറക്കാൻ കഴിയുമല്ലേ? പ്രബുദ്ധ കേരളത്തിൻ്റെ മനസ്സാക്ഷിക്കുമേൽ കനൽ കോരിയിടുന്ന പേരാണ് മധു. ഈ നാടിനെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ ക്രൂരതയ്ക്ക് 7 വർഷം പൂർത്തിയായിട്ടും ആദിവാസിയോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം. അട്ടപ്പാടിയിൽ ക്രൂരമായ ആക്രമണത്തിനിരയായ ആദിവാസി യുവാവിൻ്റെ മുഖം മധുവിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അഗളി ചിറ്റൂർ ആദിവാസി ഊരിലെ സിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. വാഹനത്തിന് മുന്നിൽ ചാടിയെന്ന് ആരോപിച്ച് ഡ്രൈവറും ക്ലീനറും ചേർന്ന് വിവസ്ത്രനാക്കി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ സംഭവം. അട്ടപ്പാടി അഗളി ഭാഗത്ത് പിക്കപ്പ് വാഹനത്തിൽ എത്തിയവർ 19കാരനായ സിജുവിനെ മർദ്ദിച്ചു എന്നാണ് പരാതി. കയർ കൊണ്ട് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പിക്കപ്പിന് മുന്നിൽ വീണതിനെ ചൊല്ലി തർക്കമാവുകയും പിന്നീട് മർദ്ദിക്കുകയും ആയിരുന്നുവെന്ന് സിജു പറയുന്നു. ക്ഷീരസംഘങ്ങളിൽ നിന്ന് പാൽ സംഭരിച്ച മിൽമ ഡയറിയിലേക്ക് കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനിന് മുന്നിലേക്കാണ് സിജു വീണത്. റോഡിലൂടെ നടക്കുമ്പോൾ കല്ലിൽ തട്ടി വാഹനത്തിന് മുന്നിലേക്ക് വീണു എന്നാണ് സിജു പറയുന്നത്. എന്നാൽ മനഃപൂർവ്വം വാഹനത്തിന് മുന്നിലേക്ക് ചാടിയതാണ് എന്നാരോപിച്ച് ഡ്രൈവറും ക്ലീനറും ചേർന്ന് മർദ്ദിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു എന്നാണ് പരാതി. അടിപിടിയായതോടെ സിജു എടുത്തെറിഞ്ഞ കല്ലുകൊണ്ട് വാഹനത്തിന്റെ ചില്ല് തകർന്നു. തുടർന്ന് ഇയാളെ കയർ കൊണ്ട് കെട്ടി വഴിയിലൂടെ വലിച്ചിഴച്ച് സമീപമുള്ള വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം പ്രതികൾ കടന്നു കളയുകയായിരുന്നു. വണ്ടി വീഴുമ്പോൾ അപ്പൻ്റെ റോഡാണെന്ന് ചോദിച്ചു. എൻ്റെ അപ്പൻ്റെ റോഡാണോ വഴുതി വീഴുന്നതെന്ന് ഒന്നായി പിടിച്ച് നിൽക്കും. എനിക്ക് അടി കൊടുത്തു. ഇവൻ ദേഷ്യം വന്നിട്ട് ഒരു കല്ലെടുത്ത് അവനെറിഞ്ഞു. ഈ കൊങ്ങായി പിടിച്ച ഈ കല്ല് ഇവൻ മാറിയപ്പോൾ ബോണറ്റ് വീണ് ആ ചില്ലയെ തട്ടി, വണ്ടിയുടെ ചില്ലയെ തട്ടി ചിലത് ഇവർ പോലെയായി. ഇതാണ് സംഭവം. അപ്പോൾ വണ്ടി എറിഞ്ഞു തകർത്തുന്നതാണ് റിപ്പോർട്ട്. അങ്ങനെ അടിച്ചു, മഴയത്ത് കയറിട്ട് കെട്ടി വലിച്ചു, അടിച്ചിട്ട് കൈ പിന്നെ പുറകിൽ പൂച്ചി കെട്ടിയിട്ട് പോസ്റ്റമേ കെട്ടി 2 മണിക്കൂർ തുണിയില്ലാണ്ട് പോസ്റ്റേ നിർത്തിയിരിക്കുക റോഡിൽ. അതുവഴി പോയ പരിചയക്കാരാണ് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. തുടർന്ന് കോട്ടത്തറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കയർ കൊണ്ട് കെട്ടിയതിന്റെ പാടുകൾ ശരീരത്തിലുണ്ട്. മർദ്ദിച്ചവരെ പിടികൂടണം എന്നാവശ്യപ്പെട്ട പിതാവ് പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസിന് മെല്ലെപ്പോക്കായിരുന്നു എന്നാണ് ആരോപണം. സിജു മദ്യപിച്ച് ബഹളമുണ്ടാക്കി വാഹനത്തിന്റെ ചില്ല് തകർത്തു എന്നായിരുന്നു ആദ്യം പോലീസ് ഭാഷ്യം. സംഭവം വിവാദമായതോടെ സിജുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ക്ലീനർക്കും ഡ്രൈവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. അതേസമയം മദ്യലഹരിയിൽ സിജു വാഹനം തടഞ്ഞു എന്നാരോപിച്ച ഡ്രൈവറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിലും കേസെടുക്കും എന്നാണ് സൂചന.
ന്യൂസ് 18 പാലക്കാട്. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്വാർത്ഥനായ മനുഷ്യരായി മലയാളി മാറുകയാണോ? കൺമുന്നിൽ ഒരു പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായാൽ പോലും പ്രതികരിക്കാത്ത ജന്മങ്ങൾ. മലപ്പുറത്ത് ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമമുണ്ടായി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? ബസ് ജീവനക്കാർ 15-കാരിയെ പെരുവഴിയിൽ ഇറക്കി വിട്ടുവെന്ന് മാത്രമല്ല, അക്രമിയെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി കരഞ്ഞുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കണ്ട നാട്ടുകാർ സംഭവത്തിൽ ഇടപെട്ടതോടെ സീൻ മാറി. ഒടുവിൽ ബസ് നാട്ടുകാർ തടഞ്ഞിട്ടു. പിന്നീട് പോലീസ് എത്തിയിട്ടും അന്വേഷണത്തിന് മുതിരാതെ കൈയൊഴിയാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. വളാഞ്ചേരിയിൽ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. കോട്ടയ്ക്കലിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ്ത് എന്ന സ്വകാര്യ ബസ്സിലാണ് 15-കാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയ ശേഷം ഒറ്റയ്ക്കായ പെൺകുട്ടിയെ പിന്നിൽ നിന്ന് ഒരാൾ കയറിപ്പിടിക്കുകയായിരുന്നു. ഇക്കാര്യം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ നിൽക്കാതെ ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ ഇറക്കിവിട്ടെന്നാണ് പരാതി. പെൺകുട്ടിയെ കടന്നുപിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ സ്റ്റാൻഡിൽ ഇറങ്ങി രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. തുടർന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത്. വഴിയിൽ കരഞ്ഞുകൊണ്ടുനിന്ന പെൺകുട്ടി നാട്ടുകാരെ വിവരമറിയിക്കുകയും വളാഞ്ചേരിയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്ന ബസ് നാട്ടുകാർ തടയുകയുമായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. എന്നാൽ കാര്യമായ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതെ പോലീസും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് വേഗത്തിൽ നടപടി അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് ആക്ഷേപമുണ്ട്. കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ നിന്നാണ് വിദ്യാർത്ഥിനി സഹപാഠികൾക്കൊപ്പം ബസ്സിൽ കയറിയത്. തുടർന്ന് വളാഞ്ചേരി യാറമാളിന് സമീപം സുഹൃത്തുക്കളെല്ലാം ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു അതിക്രമം. പ്രതിയെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറക്കിവിട്ടെന്നും ബസ് യാത്രക്കാർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം താൽപര്യം നോക്കിയ ബസ് ജീവനക്കാർക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരൂർ. ഭർത്താവ് മരിച്ച് വിധവയായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുക സ്ത്രീകൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമാണോ? മക്കളെയും കൂട്ടി പിന്നെ ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടമാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ നരകയാതന അനുഭവിക്കേണ്ട ഗതികേട്. കോട്ടയം അതിരമ്പുഴയിൽ പഞ്ചായത്ത് അംഗമായ യുവതിക്ക് ഭർത്തൃവീട്ടിൽ നേരിട്ട ദുരനുഭവം ഈ നാടറിയണം. ഭർത്താവ് മരിച്ചത് മുതൽ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് പറഞ്ഞ് അമ്മായിയമ്മയുടെ പീഡനം. അച്ഛൻ്റെ സ്വത്തിൽ മക്കൾക്ക് പോലും അവകാശമില്ലാത്ത അവസ്ഥ. നീതി തേടി പോലീസിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഒടുവിൽ ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം IC സാജനും മക്കളും വീട് വിട്ടിറങ്ങി. പിന്നീട് അന്വേഷണം നടത്തിയ പോലീസ് അമ്മയെയും മക്കളെയും കൊച്ചിയിൽ നിന്ന് കണ്ടെത്തി. ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തിൽ പോലീസ് ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിരമ്പുഴ പഞ്ചായത്ത് 20ാം വാർഡ് അംഗമായ IC സാജനെയും മക്കളെയുമാണ് കാണാതായത്. ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ശേഷമാണ് IC മക്കളെയും കൂട്ടിപ്പോയത്. മകനെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് IC പെൺമക്കളെ കൂട്ടിപ്പോയത്. 2 വർഷം മുമ്പ് ICയുടെ ഭർത്താവ് മരിച്ചിരുന്നു. അന്നു മുതൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നതായി കാണാതാകെ മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ IC ആരോപിച്ചു. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും നീതി ലഭിച്ചില്ല എന്നാണ് ഇവരുടെ പരാതി. വീട്ടിൽ നിന്നിറങ്ങണമെന്നാവശ്യപ്പെട്ടതോടെ മക്കൾക്കുൾപ്പെടെ ജീവനാംശം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ 50 ലക്ഷം രൂപ നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് നടപ്പായില്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായി 20ാം വാർഡിൽ നിന്നാണ് IC പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ എറണാകുളം പോണേക്കരയിലെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. ന്യൂസ് 18 കോട്ടയം. നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്നാരോപിച്ച് അയാളുടെ മാനേജർ പരാതി നൽകിയതിന് പിന്നിൽ എന്താണ് കാരണം? ടൊവിനോ തോമസ് ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിന് തന്നെ മർദ്ദിച്ചെന്നാണ് മാനേജർ വിപിൻ പരാതി നൽകിയത്. എന്നാൽ കണ്ണട ഊരിമാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണെന്നും
ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചു. അതിനിടെ ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പരാതിക്ക് പിന്നിൽ സിനിമയ്ക്കുള്ളിലുള്ളവരുടെ ഇടപെടലുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. ഉണ്ണിമുകുന്ദന്റെ മാനേജറായി കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിക്കുകയായിരുന്നു വിപിൻ കുമാർ. തിങ്കളാഴ്ച രാവിലെ വിപിന്റെ ഫ്ളാറ്റിൽ വന്ന ഉണ്ണിമുകുന്ദൻ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നാണ് പരാതി. ടൊവിനോ തോമസ് വിപിന് സമ്മാനമായി നൽകിയ കണ്ണടയും ചവിട്ടിപ്പൊട്ടിച്ചു. മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതും ഉണ്ണി സംവിധാനം ചെയ്തിരുന്ന പടത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിന്മാറിയതും ഉണ്ണിമുകുന്ദനിൽ നിരാശയുണ്ടാക്കിയിരുന്നു. അത് പലരോടും തീർക്കുകയായിരുന്നുവെന്നും വിപിൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. HLB പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതിനൊരു പരിധിയുണ്ടല്ലോ. ഉണ്ണിയുടെ സ്വഭാവത്തെക്കുറിച്ച് സിനിമാ മേഖലയിലുള്ളവർക്കറിയാം. തന്നെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഉണ്ണിമുകുന്ദൻ വന്നതെന്നും വിപിൻ. എന്നെ വിളിച്ചു വരുത്തിട്ട് മർദ്ദിക്കാൻ, അല്ലെങ്കിൽ താഴെ ബേസ്മെന്റ് വരേണ്ട കാര്യമില്ല. ഇവിടെ വേറെ ഗസ്റ്റ് ലോഞ്ച് ഉണ്ട്. നോർമലി പുള്ളി വരുന്നത് ഗസ്റ്റ് ലോഞ്ചിലാണ് വരേണ്ടത്. ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ബേസ്മെന്റ് P2 പാർക്കിങ്ങിൽ പുള്ളി വരേണ്ട കാര്യമില്ല. അത് നമ്മൾ റെസിഡൻസിന്റെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ പുള്ളി കരുതി കൂട്ടി CCTV ഒക്കെ നോക്കി കണ്ട് വിളിച്ചതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഉപദ്രവിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നില്ല. താഴെ ഇറങ്ങി വിളിച്ചിട്ട് പുള്ളി കൃത്യമായിട്ട് സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ടാണ് ഉപദ്രവിച്ചത്. അത് ഞാൻ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളി കണ്ണാടി ഊരാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഒരാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാമല്ലോ സ്ലാപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി ഉപദ്രവിക്കുന്നു. ഞാനപ്പോൾ എനിക്ക് സ്വയരക്ഷാർത്ഥം എനിക്ക് ഓടുക രക്ഷയുള്ളൂ. പരാതിയിൽ വിശദീകരണവുമായി നടൻ ഉണ്ണിമുകുന്ദൻ രംഗത്തെത്തി. തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ വിപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. വർഷങ്ങളായി കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് തിരിയുമ്പോഴുണ്ടാകുന്ന ഞെട്ടലും വിഷമവും തനിക്കുമുണ്ടായി. ഇത്രയും വർഷം ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിയ ഒരാൾ തനിക്കെതിരെ എങ്ങനെയൊക്കെ അപവാദം പ്രചരിപ്പിക്കാമെന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടിയാണ് വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത്. വിപിനെ കാണുന്ന സമയത്ത് സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും ഒപ്പമുണ്ടായിരുന്നു. പാർക്കിങ്ങിൽ വെച്ചാണ് വിപിനെ കണ്ടത്. എന്തിനാണ് തന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചതെന്ന് ചോദിച്ചു. അതിന് വ്യക്തമായ മറുപടി വിപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായില്ല. അപ്പോഴാണ് വിപിൻ വെച്ചിരുന്ന കണ്ണട ഊരി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. പിന്നാലെ കണ്ണട താൻ ഊരിമാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ദേഹോപദ്രവമേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. നരിവേട്ട സിനിമയ്ക്കെതിരെ പറഞ്ഞു എന്നത് തന്നെയും ടൊവിനോയും തെറ്റിക്കാനുള്ള ശ്രമമാണെന്നും താരം ആരോപിച്ചു. വിപിന്റെ പേരിൽ ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെയുണ്ടെന്നും ഒരു പ്രമുഖ നടി വിപിനെതിരെ ICCയിൽ പരാതി നൽകിയെന്നും ഉണ്ണിമുകുന്ദൻ ആരോപിച്ചു. അതിനിടെ വിപിന്റെ പരാതിയിൽ കേസെടുത്ത ഇൻഫോപാർക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉണ്ണിമുകുന്ദൻ മാനേജറുടെ കരണത്തടിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും FIRൽ പറയുന്നു. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കും. വിപിൻ നൽകിയ പരാതി വിശദമായി പരിശോധിക്കുമെന്ന് ഫെഫ്കയും താരസംഘടനയായ അമ്മയും വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. മദ്യവും ലഹരിയുമാണ് പല കുടുംബങ്ങളിലെയും സമാധാന അന്തരീക്ഷം തകർക്കുന്നത്. ഒട്ടേറെ വീടുകളിൽ മാതാപിതാക്കളുടെ കണ്ണീരും ചോരയും വീഴുന്നുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയത് മദ്യലഹരിയിലാണ്. ബൈക്കിൻ്റെ വായ്പ അടയ്ക്കാൻ 1500 രൂപ നൽകിയില്ലെന്ന് പറഞ്ഞ് വീട്ടിലുണ്ടായ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണം. വണ്ടിപ്പെരിയാർ സ്വദേശി മോഹനനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കുതർക്കത്തിനിടെ പിതാവിനെ മകൻ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. മദ്യലഹരിയിലായിരുന്ന പുത്തൻപറമ്പിൽ വിഷ്ണു വീട്ടിലെത്തുകയും ബൈക്കിന്റെ വായ്പയുമായി ബന്ധപ്പെട്ട് 1500 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഇതേ ചൊല്ലി അച്ഛൻ മോഹനുമായി വഴക്കായി. തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ കുമാരി പണം നൽകി പ്രശ്നം പരിഹരിച്ചു. അല്പനേരം കഴിഞ്ഞ് കുമാരി സ്ഥലത്തെത്തിയപ്പോൾ മോഹനൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്.
വഴക്കിനിടയിൽ അച്ഛൻ വീണെന്നും അനക്കമില്ലെന്നും അമ്മയോട് വിഷ്ണു പറഞ്ഞു. തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചു. മോഹനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിഷ്ണു വിസമ്മതിച്ചതോടെ നാട്ടുകാർ വീട്ടിൽ പരിശോധന നടത്തി. ഇതിനിടയിൽ കട്ടിലിനടിയിൽ രക്തം കണ്ടെത്തുകയും വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവുകളും ശേഖരിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായത്. ഇതനുസരിച്ച് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. വഴക്കിനിടയിൽ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ അച്ഛന്റെ തല 4 തവണ ഇടിപ്പിച്ചെന്നാണ് വിഷ്ണു പോലീസിനോട് പറഞ്ഞത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 ഇടുക്കി. കുട്ടിക്കാലത്ത് മക്കളുടെ ഏത് ഇഷ്ടവും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നവരാണ് മാതാപിതാക്കൾ. അവരുടെ ചെറിയ കുസൃതികളൊക്കെ വല്ലാതെ ആസ്വദിക്കും. എന്നാൽ മക്കൾ വലുതായി കഴിയുമ്പോൾ അച്ഛനമ്മമാർക്ക് അവർ കണ്ണീരും വേദനയുമാണ് സമ്മാനിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ വീഴ്ചകൾക്ക് പോലും മാതാപിതാക്കളെയാണ് പഠിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഭാര്യയെ പിണങ്ങിപ്പോയതിൻ്റെ പേരിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയ കേസ് കഴിഞ്ഞ ദിവസം പോലീസ് പട്രോൾ പരിശോധിച്ചതാണ്. കുലശേഖരപുരം സ്വദേശി കൃഷ്ണൻകുട്ടി നായരെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ ആശാകൃഷ്ണന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. രണ്ടു വർഷം മുമ്പായിരുന്നു നാടിനെ നടുക്കിയ അരുംകൊല. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അച്ഛനാണെന്ന് പറഞ്ഞ് പ്രതി ആശാകൃഷ്ണൻ വഴക്കിടുകയും ഭാര്യയെ മാപ്പ് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കൃഷ്ണൻകുട്ടി നായർ ഇതെതിർത്തതിലുള്ള വിരോധമായിരുന്നു കൊലപാതക കാരണം. അടുക്കളയിലിരുന്ന ഫ്രൈപാൻ വെച്ച് പലതവണ തലക്കടിച്ചും നിലത്തിട്ട് ചവിട്ടിയുമായിരുന്നു കൊലപാതകം. തടസ്സം പിടിക്കാനെത്തിയ പ്രതിയുടെ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ജാമ്യം അനുവദിക്കാതെ നടത്തിയ വിചാരണയിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കേസിൽ ജീവപര്യന്തം കണ്ണുതടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് കൊല്ലം 5ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഏകസാക്ഷിയായ അമ്മ കേസിന്റെ വിചാരണാ വേളയിലാണ് മരിച്ചത്. കരുനാഗപ്പള്ളി ACP ആയിരുന്ന പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജയ കമലാസനൻ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വിളംബരം നടത്തിയാലും പൊതുസ്ഥലത്തും തൊഴിലിടത്തുമെല്ലാം അവർ എത്രത്തോളം സുരക്ഷിതരാണ്? പെൺകുട്ടികളും യുവതികളും ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. കണ്ണൂരിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്ന ലക്ഷദ്വീപ് സ്വദേശിനിയെ കടന്നു പിടിച്ചത് ഒപ്പം ജോലി ചെയ്യുന്ന ആളാണ്. വീട്ടിൽ ഇന്റീരിയർ ജോലി ചെയ്യാനെത്തിയ യുവാവാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കേസിൽ തയ്യൽ സ്വദേശി ഫവാസിനെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്ന ലക്ഷദ്വീപ് സ്വദേശിനിയെ കടന്നുപിടിച്ചയാളാണ് അറസ്റ്റിലായത്. കണ്ണൂർ തയ്യൽ സ്വദേശി TK ഹവാസിനെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ മേൽനോട്ടത്തിൽ കടലായിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. ആരുമില്ലാത്ത നേരം നോക്കി പ്രതി കടന്നുപിടിച്ചെന്നാണ് യുവതിയുടെ പരാതി. വീട്ടിൽ ഇന്റീരിയർ ജോലി ചെയ്യാനെത്തിയതായിരുന്നു പ്രതി ഹവാസ്. പരാതി ലഭിച്ചതോടെ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. പണിസ്ഥലത്ത് ആരുമില്ലാത്ത സമയത്ത് ഇയാൾ തന്നെ കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. തുടർന്നാണ് പോലീസ് ഹവാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാൾക്കെതിരെ മുമ്പ് സമാന പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. കണ്ണൂർ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയായ യുവതി ജീവനൊടുക്കിയ കേസിൽ പ്രതി സുഗാന്തിന്റെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നിൽ IB ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന സുഗാന്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു.
യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതിയുടെ നിർണായക വാട്സാപ്പ് സന്ദേശം പോലീസിന് ലഭിച്ചു. ജീവനൊടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് അയച്ച സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ സുഗാന്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്നും വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യ കാരണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സുഗാന്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ മോഹനെ കേസിൽ രണ്ടാം പ്രതിയാക്കി. പത്തനംതിട്ട കൂടൽ സ്വദേശിയായ IB ഉദ്യോഗസ്ഥ കഴിഞ്ഞ മാർച്ച് 24-ലാണ് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ജീവനൊടുക്കിയത്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ മാതാവിന്റെ വാട്സാപ്പിലേക്കാണ് സഹപ്രവർത്തകനും കാമുകനുമായിരുന്ന സുഗാന്ത് സുരേഷ് വാട്സാപ്പ് സന്ദേശം അയച്ചത്. അതിൽ ഇങ്ങനെ പറയുന്നു: പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അവളോട് പലതവണ ആവശ്യപ്പെട്ടു. ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ നിലവിലെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. വിവാഹത്തിന്റെ പേരിൽ അച്ഛനെയും അമ്മയെയും അനിശ്ചിതത്വത്തിലാക്കാൻ എനിക്ക് താല്പര്യമില്ല. കൗൺസിലിങ്ങിനോ തെറാപ്പിക്കോ വിധേയയാകാൻ യുവതിയെ പ്രോത്സാഹിപ്പിക്കണമെന്നും സുഗാന്ത് സുരേഷ് ആവശ്യപ്പെടുന്നു. കുടുംബത്തിന്റെ അനിഷ്ടം അവഗണിച്ച് മകൾ പ്രണയിച്ച സഹപ്രവർത്തകന് നിന്ന് ലഭിച്ച ഈ സന്ദേശം മാതാവ് ഫോണിൽ വിളിച്ച് യുവതി അറിയിച്ചു. സുഗാന്തിനോട് അടുത്തിടപഴകിയിരുന്ന IB ഉദ്യോഗസ്ഥ ഈ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ മാനസികമായി തകർന്ന ജീവനെടുക്കാനുള്ള തീരുമാനം ഉറപ്പിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിവാഹം കഴിക്കാമെന്ന ഉറപ്പിൽ ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് ദുരുപയോഗം ചെയ്ത സുഗാന്ത് ഗർഭചിത്രം വരെ നടത്തിച്ചതിനു ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതാണ് 24-കാരിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് സുഗാന്ത് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സുഗാന്ത് പലതവണ പണം കൈപ്പറ്റുകയും ചെയ്തു. ഇയാൾക്ക് ഒളിവിൽ പോകാനുള്ള സഹായം ചെയ്തു നൽകിയത് അമ്മാവൻ മോഹനനാണ്. ഒളിവിൽ പോകാൻ വാഹനം ഏർപ്പെടുത്തുകയും ഫാം ഹൗസിൽ ഒളിവിൽ താമസിപ്പിക്കുകയും ചെയ്തു. കേസിൽ ഇയാളെ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്. സുഗാന്തും യുവതിയും തമ്മിലുള്ള ടെലഗ്രാം ചാറ്റിലെ വിശദാംശങ്ങളും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. IAS കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ജയ്പൂരിൽ വെച്ച് മറ്റൊരു യുവതിയെയും സുഗാന്ത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു. IBയിലെ ട്രെയിനിങ് സമയത്ത് മറ്റൊരു യുവതിയെയും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപയോഗിച്ചു. പ്രതിയുടെ അപ്പാർട്ട്മെന്റിലും തിരുവനന്തപുരത്തും ചെന്നൈയിലും യുവതികളെ എത്തിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഗാന്തിൽ നിന്ന് തന്നെയാണെന്ന് ഡോക്ടർ മൊഴി നൽകിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഏറ്റവും വേദനയും ആശങ്കയും ഉണ്ടാകുന്നത് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്കാണ്. എല്ലാവരെയും പോലെ അഫാന്റെ അച്ഛനും അമ്മയും അവനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടതാണ്. ഒടുവിൽ ഒരു കൊലയാളിയുടെ മാതാപിതാക്കൾ എന്ന് കേൾക്കേണ്ടി വന്ന ദുർഗതി. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിൽ പോലീസ് രണ്ടാമത്തെ കുറ്റപത്രവും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം. അഫാന് കൊല്ലപ്പെട്ട ലത്തീഫിനോട് ഷാഹിദയോടും വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് കുറ്റപത്രം വ്യക്തമാക്കുന്നു. അതേസമയം ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച് ചികിത്സയിലുള്ള പ്രതി അഫാന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. കേസ് അന്വേഷിച്ച കിളിമാനൂർ CI B ജയനാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 543 പേജുകളുള്ള കുറ്റപത്രത്തിൽ 110 സാക്ഷികളും 116 തൊണ്ടി മുതലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള 70 ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. അഫാന് കൊല്ലപ്പെട്ട ലത്തീഫിനോടും ഷാഹിദയോടും വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അഫാന്റെ മാതാവ് ഷമിയിൽ നിന്നും ചിട്ടിത്തുകയായി ലഭിക്കാനുള്ള പണം തിരികെ ചോദിച്ചതാണ് പ്രധാന കാരണം. വീട് വിറ്റ് സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് വിദേശത്തുള്ള പിതാവിനെ നാട്ടിലെത്തിക്കണമെന്ന് ലത്തീഫ് ആവശ്യപ്പെട്ടിരുന്നതായും മൊഴിയുണ്ട്. അഫാനും കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ സഹായിക്കാതെ കുറ്റപ്പെടുത്തിയതും വൈരാഗ്യത്തിന് കാരണമായി. പെൺസുഹൃത്ത് ഫർസാനയുമായുള്ള ബന്ധം ലത്തീഫ് എതിർത്തതും
കൊലയ്ക്ക് കാരണമായെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. നേരത്തെ മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം പാങ്ങോട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസും ഉടൻ സമർപ്പിക്കും. അതേസമയം ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട്. അഫാൻ വെന്റിലേറ്ററിൽ തന്നെയാണ്. പേര് വിളിച്ചപ്പോൾ അഫാൻ കണ്ണു തുറക്കാൻ ശ്രമിച്ചെന്നും അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് പൂജപ്പുര ജയിലിലെ ശുചിമുറിയിൽ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ആത്മഹത്യാ ശ്രമത്തിൽ ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയില്ലെന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. അഫാൻ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുമെന്നും അഭിഭാഷകൻ സജു വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വീടുകളിലെ കൂട്ടം മരണങ്ങൾ ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്നതാണ്. തിരുവനന്തപുരം വക്കം വേലിവിളാകത്തെ നാട്ടുകാരും ഒരു കൂട്ട ആത്മഹത്യയുടെ നടുക്കത്തിലാണ്. സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നാണ് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയത്. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിനെയും ഭാര്യയെയും 2 ആൺമക്കളെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കടബാധ്യതയാണ് മരണത്തിന് പിന്നിലെന്നാണ് നിഗമനം. രാവിലെയാണ് അനിൽകുമാറിനെയും കുടുംബത്തെയും വീടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് വരെ അനിൽകുമാറും കുടുംബവും സാധാരണ രീതിയിൽ തന്നെയാണ് അയൽക്കാരോട് ഉൾപ്പെടെ പെരുമാറിയത്. രാത്രി വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും കണ്ടവരുമില്ല. രാവിലെ വീട്ടുകാർ വാതിൽ തുറക്കാതായതോടെ അയൽവാസികൾ വീട്ടിനകത്ത് കയറി നോക്കുകയായിരുന്നു. അനിൽകുമാർ, ഭാര്യ ഷീജ, മക്കളായ അക്ഷയ്, ആകാശ് എന്നിവരെ ഒരേ മുറിയിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചു. ഇന്നലെ വൈകുന്നേരം വരെ ആൾക്കാർ ഇവരെ കണ്ടിട്ടുണ്ട്. ഈ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ഇവിടെ വാതിലടഞ്ഞു കിടക്കുന്നതാണ് തൊട്ടടുത്ത അയൽവാസി കണ്ടത്. പക്ഷേ മഴയായതുകൊണ്ട് നേരത്തെ ഉറങ്ങിയതായിരിക്കും വിചാരിച്ച് അവർ വന്നില്ല. ഇന്ന് രാവിലെയും ഇവിടെ കതക് തുറന്നിട്ടില്ല. എന്നിട്ട് ഏകദേശം 10:30 ആ കുട്ടി ഇവിടെ വന്നു. കതക് തുറന്ന് നോക്കിയപ്പോൾ 4 പേര് തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ട്. അപ്പോൾ ആ കുട്ടി ഉടൻ തന്നെ എന്നെ വിളിച്ചു, ചേച്ചി വേഗം വാ, ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വന്ന് നോക്കിയപ്പോൾ 4 പേരും 4 മൂലയിലായിട്ട് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. വക്കം ഫാമേഴ്സ് സഹകരണ ബാങ്ക് മണനാക്ക് ബ്രാഞ്ച് മാനേജറാണ് മരിച്ച അനിൽകുമാർ. ഈ അടുത്ത് മകന് ഒരു അപകടത്തിൽ പരിക്കു പറ്റിയതിനെ തുടർന്ന് ചികിത്സയ്ക്കായി വായ്പ എടുത്തിരുന്നുവെന്നാണ് വിവരം. ഇതടക്കമുള്ള കടബാധ്യതയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അനുമാനിക്കുന്നു. വീട്ടിൽ നിന്ന് ഒരു ഡയറി ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു. വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ്. അല്ല, അതിലൊരു ഡയറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്നുള്ളതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ല, അത് ഡയറി നമ്മളിപ്പോൾ ഒഫീഷ്യലായിട്ട് സീസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ തെളിവിന്റെ ഭാഗമാക്കുകയോ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഉചിതമായിരിക്കില്ല. 4 പേരും ഒരു റൂമിലാണ് ഹാങ് ചെയ്ത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന അനിൽകുമാർ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ പ്രദേശവാസികളും അയൽക്കാരും ഞെട്ടലോടെയാണ് കേട്ടത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. എന്താണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്? ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധി ഉണ്ടായാൽ പോലും അത് നേരിടാൻ തയ്യാറല്ല. ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന അവസ്ഥ. തിരുവനന്തപുരത്ത് സുഹൃത്തിൻ്റെ വീട്ടിൽ യുവാവ് ജീവനൊടുക്കിയത് പഠനം പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ മനോവിഷമത്തിലാണ്. കന്യാകുമാരി സ്വദേശി ബിനീഷിനെയാണ് വെള്ളറടയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ മനോവിഷമം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. കന്യാകുമാരി തിരുവട്ടാർ സ്വദേശി ബിനീഷ് എന്ന 25-കാരനെയാണ് സുഹൃത്തായ വെള്ളറട സ്വദേശി അനീഷിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2ാമത്തെ നിലയിൽ നിന്നും മട്ടുപ്പാവ് ഭാഗത്തേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പാറശാലയിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് മൃതദേഹം താഴെ ഇറക്കിയത്. ഇരുവരും ഒരുമിച്ച് അക്യുപങ്ചർ കോഴ്സ് പഠിച്ചവരായിരുന്നു. അനീഷ് പഠനം പൂർത്തിയാക്കിയെങ്കിലും ബിനീഷിന് ഇത് സാധിച്ചിരുന്നില്ല. കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ മനോവിഷമം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബിനീഷ് ഇവിടെ എത്തിയത്.
രാത്രി വൈകിയും ഇരുവരും ഏറെ നേരം സംസാരിച്ചിരുന്നതായി അനീഷ് വെള്ളറ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് വെള്ളറ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വടക്കൻ കേരളത്തിൽ കൊട്ടേഷൻ ഇടപാടുകളും യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളും വർദ്ധിക്കുകയാണ്. സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായാൽ പിന്നെ തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവുമാണ് രീതി. മലപ്പുറം കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കേസിൽ കോഡൂർ സ്വദേശികളായ ഷംനാദ് ബാവ, മുഹമ്മദ് അനീസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ രണ്ടുപേരും വധശ്രമം, തട്ടിപ്പടക്കം നിരവധി കേസുകളിലെ പ്രതികളാണ്. മെയ് 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ, സിറാജ്, അഷ്റഫ് എന്നിവർ രാത്രി 11ഓടെ കാറിൽ വീട്ടിലേക്ക് പോകവെ കൊളത്തൂർ കുന്നത്തങ്ങാടിയിൽ വെച്ച് തടയുകയായിരുന്നു. 2 കാറുകളിലായി വന്ന പ്രതികൾ പരാതിക്കാരുടെ കാറിന് കുറുകെയിട്ട് മൂവരെയും ബലമായി കാറിൽ കയറ്റി. തുടർന്ന് ആമയൂർ, കുപ്പൂത്ത് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി കമ്പിവടി കൊണ്ടും മറ്റും അടിച്ചു പരിക്കേൽപ്പിച്ചു. പിന്നീട് പട്ടാമ്പിയിലെ ലോഡ്ജിൽ കൊണ്ടുപോയി 1 ദിവസം പൂട്ടിയിട്ട് മർദ്ദിച്ചതായും കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു അക്രമത്തിന് കാരണം. സംഭവശേഷം വയനാട്, ബംഗളൂരു, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഷംനാദ് ബാവയും അനീസും കോട്ടക്കൽ ചെങ്കുവെട്ടി ഭാഗത്ത് എത്തിയതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. ഷംനാദ് ബാവയുടെ പേരിൽ കൊളത്തൂർ, കുറ്റിപ്പുറം സ്റ്റേഷനുകളിൽ മണൽക്കടത്ത് കേസുകളും പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസുകളും, കൊണ്ടോട്ടി സ്റ്റേഷനിൽ മുക്കുപണ്ടം പണയം വെച്ച കേസും, താനൂർ സ്റ്റേഷനിൽ കാപ്പ നിയമപ്രകാരമുള്ള കേസുമുണ്ട്. ഗുണ്ട ആക്ട് പ്രകാരം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരൂർ. നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുകളിൽ പോകാറുണ്ടല്ലേ? അവിടെ എത്തുമ്പോൾ ഈ സർക്കാർ ജീവനക്കാരുടെ മനോഭാവം എന്താണ്? ഒന്നില്ലെങ്കിൽ പരമപുച്ഛം, ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ഔദാര്യം കൈപ്പറ്റാൻ വന്നിരിക്കുകയാണെന്ന് തോന്നൽ. ഇനി സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിലോ പലരും നല്ല കിമ്പളം പറ്റുന്നവരാണ്. പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലെ ഓവർസിയർ കൈക്കൂലി കേസിൽ പിടിയിലായ സംഭവമാണ് ഇതിലേറ്റവും ഒടുവിലത്തേത്. ബിൽഡിംഗ് പെർമിറ്റിനായി ഉടമയിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങിയ ഓവർസിയറെ വിജിലൻസ് കയ്യോടെ പിടികൂടി. പുതുശ്ശേരി പഞ്ചായത്തിലെ ഓവർസിയറും തിരുവനന്തപുരം സ്വദേശിയുമായ ധനീഷാണ് അറസ്റ്റിലായത്. ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുന്നതിന് 10,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് പാലക്കാട് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഓവർസിയർ ധനീഷിനെ വിജിലൻസ് പിടികൂടിയത്. കഞ്ചിക്കോട് സ്വദേശി ഗാന്ധിരാജ ചടയൻകാലായി എന്ന സ്ഥലത്ത് പുതുതായി പണി കഴിപ്പിക്കുന്ന 700 ചതുരശ്ര അടി ബിൽഡിംഗിന്റെ പെർമിറ്റിനായി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്ലാനും മറ്റു രേഖകളും സഹിതം അപേക്ഷ നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ ഓവർസിയറായ ധനീഷ മെയ് 19-ന് സ്ഥലപരിശോധനയ്ക്കായി എത്തി. പരിശോധന നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകുന്നതിന് 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ 10,000 രൂപ ഉടൻ നൽകണമെന്നും ബാക്കി ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയതിനു ശേഷം നൽകിയാൽ മതിയെന്നും പറഞ്ഞു. തുടർന്ന് ഓവർസിയർ പരാതിക്കാരനെ പല പ്രാവശ്യം ഫോണിൽ വിളിച്ച് തുക ആവശ്യപ്പെട്ടു. കൈക്കൂലി നൽകി കാര്യം സാധിക്കുന്നതിൽ താൽപ്പര്യമില്ലാതിരുന്ന പരാതിക്കാരൻ ഈ വിവരം പാലക്കാട് വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കുകയും ചെയ്തു. തുടർന്ന് പരാതിക്കാരന്റെ തന്നെ ഉടമസ്ഥതയിൽ കഞ്ചിക്കോട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഓവർസിയറെ വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരാതിക്കാരന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ബിൽഡിംഗിന്റെ പെർമിറ്റിന് 6 മാസം മുമ്പ്
ഇതേ ഉദ്യോഗസ്ഥൻ 65,000 രൂപ കൈക്കൂലി വാങ്ങിയതായും പരാതിയുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മഴക്കാലമായതോടെ മോഷ്ടാക്കൾ നാട്ടിൽ വിലസുന്നുണ്ട്. രാത്രിയിൽ മഴയായാൽ പോലീസിന്റെ പട്രോളിംഗ് കുറവാണ്. കവർച്ച നടന്നാൽ അയൽവാസികൾ പോലും അറിയില്ല. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷന് വിളിപ്പാടകലെയുണ്ടായ മോഷണത്തിന് പിന്നാലെ വ്യാപാരികളും നാട്ടുകാരും ഒക്കെ വലിയ ആശങ്കയിലാണ്. തൊടുപുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനം കുത്തി തുറന്ന് 3.5 ലക്ഷം രൂപ മോഷ്ടിച്ചെന്നാണ് പരാതി. കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന കേരള ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത്. കടയുടമയുടെ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 150 മീറ്റർ മാത്രം അകലെയാണ് മോഷണം നടന്നത്. 24 പുലർച്ചെ 3:30 എത്തിയ മോഷ്ടാവ് കട കുത്തിത്തുറന്ന് അകത്ത് കയറി. കടയിലേക്ക് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന പണമാണ് അപഹരിച്ചത്. CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമാണ്. പണമുണ്ട് എന്ന് മനസ്സിലാക്കി തയ്യാറെടുപ്പുകളോടെ നടത്തിയ മോഷണമെന്നാണ് സംശയം. ശനിയാഴ്ച വെളുപ്പിന് 3:15 സംഭവം നടന്നിട്ടുള്ളത്. നമ്മൾ രാവിലെ വന്നപ്പോഴാണ് കട തുറന്നത്. ഷട്ടർ ഒരു ഭാഗം പൊങ്ങിയിരിക്കുന്നതാണ് നമുക്ക് കാര്യം മനസ്സിലായി. നമ്മൾ ഷട്ടർ ഓപ്പൺ ചെയ്ത് നോക്കി കൗണ്ടർ നോക്കിയപ്പോഴേക്കും ക്യാഷ് ഡോർ കുത്തി തുറന്ന അവസ്ഥയിലായിരുന്നു. നമ്മൾ നോക്കിയിട്ടാണ് മനസ്സിലായത് ക്യാഷ് പോയിട്ടുണ്ടെന്ന്. ഒരു 3,59,000 രൂപ പോയിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇങ്ങനെ ഇവിടെ ക്യാഷ് വെക്കാനുള്ളതല്ല. പക്ഷേ അന്ന് ശനിയാഴ്ച ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടീസിന് കൊടുക്കാൻ വേണ്ടി അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുന്ന ക്യാഷാണ്. നമ്മൾ അന്ന് തന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷണം കുറച്ചായിട്ട് നടക്കുന്നുണ്ട്. കടയുടമയുടെ പരാതിയിൽ കേസെടുത്ത് തൊടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും വിട്ടയച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് എത്തിയത് സ്ഥിരം മോഷ്ടാക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളല്ല എന്നാണ് നിഗമനം. കടയുമായി ബന്ധപ്പെട്ട ആളുകളെയും പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ലോൺ ആപ്പ് വഴിയും വെർച്വൽ അറസ്റ്റിലൂടെയും ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയിരുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിലാണ് തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്നത്. നാട്ടിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെയാണ് ഇവർ ലക്ഷ്യമിടുക. പാലക്കാട് മുൻ സൈനിക ഉദ്യോഗസ്ഥന് നഷ്ടമായത് 1,49 ലക്ഷം രൂപയാണ്. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘമാണ് 4 മാസം കൊണ്ട് ഷെയറിൻ്റെയും നിക്ഷേപത്തിൻ്റെയും പേരിൽ ഇത്രയും പണം തട്ടിയെടുത്തത്. വിരമിക്കൽ ആനുകൂല്യമായി ലഭിച്ച തുകയാണ് നഷ്ടമായതെന്ന് പരാതിക്കാരൻ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വന്ന ട്രേഡിംഗ് കമ്പനിയുടെ ലിങ്കിലൂടെയായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. കോണ്ടാൻ എന്ന പേരിലുള്ള ട്രേഡിംഗ് കമ്പനിയാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ തട്ടിപ്പ് സംഘം രാജ്യത്തെ പ്രമുഖ കമ്പനികളുടെ ഷെയറുകൾ സംബന്ധിച്ച് ആദ്യം പരിചയപ്പെടുത്തി. പിന്നീട് നിക്ഷേപത്തിന് കൂടുതൽ പലിശ നൽകുന്ന മറ്റൊരു കമ്പനിയെക്കുറിച്ചും വിശദീകരിച്ചു. നിക്ഷേപ സ്കീമിൽ ആദ്യം 10,500 രൂപ നൽകിയപ്പോൾ 1 മാസത്തിനകം 12,500 രൂപ തിരികെ ലഭിച്ചു. ഇങ്ങനെ നിക്ഷേപിച്ച തുകയ്ക്കെല്ലാം കൂടിയ പലിശ ലഭിച്ചു. തുടർന്ന് ട്രേഡിംഗ് കമ്പനി നിർദ്ദേശിച്ച എഗ്രിമെന്റ് ഒപ്പിട്ട് നൽകി. 8 തവണയായി നിക്ഷേപം, ഷെയർ ഇനങ്ങളിലായി 1,49 ലക്ഷം രൂപയും നൽകി. പിന്നീട് നിക്ഷേപത്തിൽ നിന്ന് കുറച്ച് പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ നികുതി, ഇൻഷുറൻസ് ഇനത്തിൽ 49 ലക്ഷം രൂപ നൽകണമെന്ന് വീഡിയോ കോളിലൂടെ അറിയിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നും ഭീഷണിപ്പെടുത്തി. വിദേശത്തായിരുന്ന മക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. തുടർന്ന് സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരിശോധനയിൽ ഈ കമ്പനി വ്യാജമാണെന്ന് കണ്ടെത്തി. തട്ടിപ്പ് സംഘത്തിന് നൽകിയ തുകയിൽ 3 ലക്ഷം രൂപ പോലീസ് ഇടപെട്ടതിനാൽ തട്ടിപ്പുകാർക്ക് പിൻവലിക്കാൻ സാധിച്ചില്ല. ഇത് തിരികെ ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് സൂചന. ഇതിൽ മലയാളികൾക്കും ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്.
ന്യൂസ് 18 പാലക്കാട്. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് വലിയ അളവിൽ ലഹരി ഒഴുകുന്നുണ്ട്. ഇതോടെ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കി. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ആര്യൻകാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം സ്റ്റേറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും ആര്യൻകാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്തിയ 13.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. ഇൻഡിഗോ കാറിന്റെ പിൻവശത്തെ ബമ്പറിൽ ഒളിപ്പിച്ചു കടത്തിക്കൊണ്ടുവന്ന 13.5 കിലോ കഞ്ചാവാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയത്. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളായ ബെല്ലാരി സുനി, പട്ടർ പ്രശാന്ത്, രാജേഷ് എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവരെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ്, ടി ആർ മുകേഷ് കുമാർ, ആർ ജി രാജേഷ്, ഡി എസ് മനോജ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ എം വിശാഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപും സംഘവും പരിശോധനയിൽ പങ്കെടുത്തു. സംസ്ഥാനങ്ങളിൽ നിന്നും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി കഞ്ചാവ് വൻതോതിൽ കേരളത്തിൽ എത്തുന്നുണ്ട്. മതിയായ പരിശോധനാ സംവിധാനമില്ലാത്തതിനാൽ പിടിക്കപ്പെടുന്ന സംഭവങ്ങൾ കുറവാണ്. പിടിക്കുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതല്ലാതെ കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലെന്ന് ആരോപണവുമുണ്ട്. ന്യൂസ് 18 പുനലൂർ.